പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. പുതിയ ആഴ്ചയിലേക്ക് ദൈവം എന്നെയും നിങ്ങളെയും കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. ദൈവത്തിന് പ്രത്യേകമായൊരു പദ്ധതി ഉണ്ടാവാം. ദൈവം ഒരു പുതിയ ദിവസം തന്നതിന് സന്തോഷത്തോടെ നമുക്കായിരിക്കാം. ദൈവത്തിൻ്റെ ഓരോ പദ്ധതികളും നമുക്ക് അനുഗ്രഹം മാത്രമാണ് കൊണ്ടുവരിക, അല്ലേ? തീർച്ചയായിട്ടും നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടി ഒരു പുതിയ വഴി, ഒരു പുതിയ ആഴ്ച, പുതിയ ദിവസം ദൈവം തുറന്നു തരും. നമുക്ക് കാത്തിരിക്കാം. ഇന്ന് പഠിക്കുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാമത്തെ വചനമാണ്. ദ ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 1 വേഴ്സ് 28. അതിങ്ങനെയാണ് പറയുന്നത്. ഒരു സമഗ്രമായ അനുഗ്രഹത്തിൻ്റെ വചനമാണ് കേട്ടോ. അതുകൊണ്ട് ആ വചനം ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചേ. വചനം ഇതാണ്: ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു. എങ്ങനെ അനുഗ്രഹിച്ചു? സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. കടലിലെ മത്സ്യങ്ങളെയും ആകാശത്തിലെ പറവകളെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെ മേൽ നിങ്ങൾക്ക് ആധിപത്യമുണ്ടായിരിക്കട്ടെ. സകല ജീവികളുടെ മേൽ, ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെ മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. God blessed them and said to them, be fruitful and multiply and fill the earth and subdue it, and have dominion over the fish of the sea and the birds of the air, and over every living thing that moves upon the earth. ഈ ഭൂമിയിൽ ചലിക്കുന്ന സകലതിൻ്റെയും മേൽ നിങ്ങൾക്ക് ആധിപത്യമുണ്ടായിരിക്കട്ടെ. അതായത് ദൈവം എന്നെ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കും. ഇന്ന് എനിക്ക് കിട്ടിയ ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ സംഭവം, എൻ്റെ ഫാദറിൻ്റെ, എൻ്റെ ചായൻ്റെ 11 വർഷമായി ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, മരണപ്പെട്ടിട്ട്. ഇന്ന് 11-ാം വാർഷികമാണ്. അപ്പം ഞാൻ പറയും, എന്നെ പ്രാർത്ഥനയിൽ വളരാൻ സഹായിച്ച, എന്നെ കരം പിടിച്ചുയർത്തിയ, എന്നെ പഠിപ്പിച്ച, എനിക്ക് ഭൂമിയിൽ നൽകിയ വലിയ ഒരു അനുഗ്രഹമായിരുന്നു എൻ്റെ അപ്പൻ. എൻ്റെ അപ്പൻ്റെ ഈ ഒരു ദിവസം ഓർക്കുമ്പോൾ എന്നും ഞാൻ എല്ലായിടത്തും പറയുന്ന, സാധാരണ അമ്മമാർ മടിയിൽ കുഞ്ഞുങ്ങളെ ഇരുത്തി കുരിശ് വരപ്പിച്ച് പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ പറയും, അമ്മയും അപ്പനും ഒന്നു ചേർന്ന് വളർത്തിയെങ്കിലും കൂടുതൽ പ്രാർത്ഥനയിൽ എന്നെ വളരാൻ സഹായിച്ചത് എൻ്റെ അപ്പന, എൻ്റെ ചായന. അതുകൊണ്ട് സന്തോഷത്തോടെ ഈ ദിവസം സ്വർഗത്തിൽ ഈശോയോടൊപ്പമായിരുന്നു കൊണ്ട് എന്നെ, അല്ലെങ്കിൽ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന, അദ്ദേഹം സ്നേഹിച്ച എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു. എല്ലാവരുടെയും അപ്പൻ നല്ലതാണ്. എങ്കിൽ പോലും എന്നെ പ്രാർത്ഥനയിൽ ദൈവത്തോട് ഒരു പടി അടുപ്പിക്കുവാൻ സഹായിച്ച എൻ്റെ അപ്പൻ്റെ ഓർമ്മ ദിവസമാണ് ഇന്ന്. ഈ ദിവസം പ്രത്യേകം ആ മകൻ്റെ ആത്മാവിന് വേണ്ടി, അച്ഛൻ്റെ ആത്മാവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങളെ എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.